ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കപ്പയും കാന്താരിയും ചെറിയ ഉള്ളിയും പുളിയും ഉപ്പും ഇട്ടിട്ട് മറ്റേ നമ്മുടെ ഉരലിൽ ഇങ്ങനെ കുത്തിയെടുത്തതാണ്. ഒരുപാട് അരഞ്ഞു പറഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. ഒരുപാട് അരഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് ചതച്ചെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുവായൂർ എന്ന സ്ഥലത്തേക്കാണ്. അതെ, നമ്മുടെ അമ്മി വന്നിട്ടുണ്ട്. ഒരു പാലക്കാടിലെ ഫേമസ് ആയ സ്ഥലമാണ് ഈ ഡ്രസ്സിങ്ങിനൊക്കെ പറഞ്ഞിട്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കൊടുവായൂർ. അമ്മി വന്നിട്ടുണ്ട്. അമ്മി 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നാളെ റമദാനൊക്കെ ആരംഭിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തു പോകാനൊന്നും പറ്റില്ല. പകലൊക്കെ നല്ല വെയിലും ചൂടുമൊക്കെയാണ്. പിന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് റമദാനായി പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പുറത്തു പോകാനൊന്നും സാധിക്കില്ല. ഒന്നാമത്തെ സമയം കിട്ടില്ല. പിന്നെ വൈകുന്നേര സമയങ്ങളിലൊന്നും പറ്റില്ല. തറാവി നിസ്കാരം, ഖുർആൻ പാരായണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈകുന്നേരം നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അമ്മി വന്നതല്ലേ, അപ്പോൾ നമുക്കൊന്ന് പുറത്തു പോകാൻ. ഇന്ന് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ പോയതാണ്. അപ്പോൾ നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ കൊടുവായൂർ പെരുമ്പ് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട, കറി, ചില്ലി. അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കുളങ്ങളും നല്ല നാട്ടുമ്പുറ ഏരിയ, വേലി, അവിടെയൊക്കെ വേലിയൊക്കെ ഇപ്പോഴും ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ കാഴ്ചകൾ, വീടുകളും നല്ല നാട്ടുമ്പുറ പാടം എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പം അമ്മി നമ്മളോട് ചിരിക്കുകയാണ്. അമ്മി ഞങ്ങളെ നോക്കിച്ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അപ്പോൾ സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നിറയെ നാളെ നമ്മൾ കണ്ടിട്ട് നല്ല ദർശനമൊക്കെ പഠിക്കാൻ പോയിരുന്നു. നമ്മൾ നല്ല ഫുഡിൻ്റെ സ്പോട്ടുകളൊക്കെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഇതാണ് ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ. ചെറിയൊരു 2 ചേച്ചിമാരുണ്ട്, 2 ഏട്ടന്മാരുണ്ട്. അവർ ഉണ്ടാക്കുന്ന ഒരു തട്ടുകടയാണ്. ഒരിക്കൽ പോയി ഞങ്ങൾ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അതുകൊണ്ട് അമ്മീനെയും കൂട്ടിയിട്ട് പോയിക്കാണ്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ആദ്യം ഒരു ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ച് തരും. വെയിറ്റ് ചെയ്യണം നമ്മുടെ അമ്മി. ആദ്യം അവർ ഇലയൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് തന്നിട്ടുണ്ട്. നമുക്കത് കഴുകിയിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഞാൻ പറഞ്ഞതുപോലെ പൊറോട്ടയ്ക്ക് ഒരു കറി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട. വലുതൊന്നുമല്ല, അത്യാവശ്യം ചെറുത് തന്നെയാണ്. അത് നല്ലൊരു കറിയുണ്ട്. പിന്നെ ചില്ലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു വന്നു. എല്ലാവർക്കും റമദാൻ മുബാറക്. എല്ലാവർക്കും സന്തോഷം സമാധാനത്തോടു കൂടി ഇരിക്കുക. എല്ലാവരും റാഹത്തായി ഇരിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ദുആയിലും ഞങ്ങൾ പങ്കുചേർക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അങ്ങനെ അൽഹംദുലില്ലാ ഫസ്റ്റത്തെ അത്താഴത്തിന് എണിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ 4 മണിക്കൊക്കെ എണിച്ചിട്ടുണ്ട്. ഇനി കറിയെല്ലാം ഞാൻ ചൂടാക്കാനും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുട്ടികളെ എണിപ്പിച്ച് വിടാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? സ്പെഷ്യലൊന്നുമല്ല, നോർമലി എല്ലാം അവിടെ ഉണ്ടാവുന്നത് തന്നെയാണ്. അതിൻ്റെ ചായ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ചായയും ചോറും ഒരുമിച്ച് കഴിക്കുന്ന ഒരു അത്താഴമാണ് ഞങ്ങളുടെ റമദാൻ മാസത്തിലെ അത്താഴം. ചോറ് പുതിന കട്ടനിക്കുള്ളത് ഇന്നലത്തെ മീൻ വറുത്തതാണ് ഇന്നലെ. പിന്നുള്ളത് രസമാണ്, നമ്മുടെ കുരുമുളക് രസം. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുകയാണ് നമ്മുടെ ഉണക്ക ഏട്ടമീൻ വറുത്തത്, ഉള്ളിയും മുളകും ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കണതാണ്. ഇതില്ലാണ്ട് അത്താഴം കഴിക്കാനേ പറ്റില്ല കൂടുതൽ പേർക്കും. ഇവിടെ അങ്ങനെയാണ്. പിന്നെ തണ്ണിമത്തനും കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെ കുളിച്ച് കഴിച്ചിട്ട് അത്താഴമൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ ചോറ് വേഗം പൊയ്ക്കോളും. നമ്മുടെ ചെറിയ മാങ്ങ, മുളക്, ഉപ്പ് ഒക്കെ ഇട്ടതാണ്. വേഗം പൊയ്ക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.